ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതിനെ നായകനാക്കിക്കൊണ്ട് നിതിലൻ സാമിനാഥൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് മഹാരാജ. ഈ ചിത്രത്തിൽ വിജയ് സേതുപതിയെ കൂടാതെ അനുരാഗ് കാശ്യപ്, മമത മോഹൻദാസ്, അഭിരാമി, ഭാരതി രാജ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും വിജയ് സേതുപതി എന്ന് പറയുന്ന ആക്ടറെ ഇഷ്ടമില്ലാത്ത ഒരു സിനിമാ പ്രേമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ 50ാമത്തെ കണ്ട് സിനിമയാണ് ഈ മഹാരാജ. അപ്പൊ ആ സിനിമ ഇതുവരെ അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറെ ക്യാരക്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ക്യാരക്ടറുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഇതിൽ അദ്ദേഹത്തിന്റെ ഈ ഡയലോഗ്സ് വാക്ക് വളരെ കുറവാണ്, മൊത്തം ഇമോഷൻ പിടുത്തമാണ്. എന്നാൽ ആദ്യമേ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു ബാർബറാണ്. അപ്പൊ അയാൾക്ക് ഒരു മോളുണ്ട്. ആ മോളുമായിട്ടുള്ള ജീവിതം അതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന, സത്യവും നീതിയും മാത്രം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതമാണ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിജയ് സേതുപതി എന്ന് പറഞ്ഞ ആക്ടറുടെ ഒരു നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു മാനറിസം അദ്ദേഹം പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ ഇതിനകത്ത് കിടിലം വേഷമാണ് അനുരാഗ് കാശ്യപ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതില് വിജയ് സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റോളാണ്. മമത മോഹൻദാസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ കണ്ടമാനം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, അവര് അതിന്റെ കാസ്റ്റിങ്, അതൊക്കെ ഒരു രക്ഷയില്ലാത്ത കിടു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെയുള്ള സിനിമകളോട് ഒരു പ്രത്യേക ഒരു താല്പര്യം. ഇതൊരു എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡ്രാമയാണ്, ഒരു ത്രില്ലറാണ്, ഒരു ആക്ഷനാണ്. എല്ലാം കൊണ്ടും എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ വലിയ പാട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കുടുംബ ചിത്രം. അതിൻ്റെ അകത്ത് ഒരു അച്ഛൻ്റെ ഇമോഷൻ കാണാം, ഒരു മകളുടെ ഇമോഷൻ കാണാം. അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും അത് വളരെ ഓരോരുത്തരുടെ ലൈഫിലൂടെയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. നമ്മൾ വിചാരിക്കും ഈ സിനിമയുടെ കഥ ഇങ്ങനെ ആയിരിക്കും, ഇത് ഇവിടെ തീരും. ഇല്ല, അത് വേറെ ഡെവലപ്മെന്റിലേക്ക് പോയി അവിടുന്ന് തിരിഞ്ഞ് അങ്ങനെ നമ്മളെ മൊത്തം കൺഫ്യൂസ് ആക്കിക്കൊണ്ട് ആ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. എന്താണ് കഥ എന്ന് പറയുന്നത് അവസാന നിമിഷത്തില് ആ പടം തീരുന്നതിന്റെ ഒരു 10 മിനിറ്റിലാണ് ആ സിനിമ എന്താണെന്ന് നമുക്ക് ശരിക്കും പിടികിട്ടുള്ളൂ. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് നിതിലൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ, നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമ. അപ്പൊ എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ ഈ റിവ്യൂവിന്റെ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത റിവ്യൂമായിട്ട് കാണാം. ബൈ.